നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചതുപോലെ ഭയങ്കര സങ്കടത്തോടു കൂടി എഴുതിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു അമ്മ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് വാട്സപ്പിൽ വന്നതാണ്, അതിലേക്ക് പോവാം. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ട്, കൂലിപ്പണിയാണ്. എനിക്ക് 2 മക്കളാണ്, മോനും മോളും. മോൻ ഇപ്പോൾ 10 കഴിഞ്ഞു, ഇപ്പോൾ ITIയിൽ പോകുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. മോൾക്ക് 8 വയസ്സാണ്. എൻ്റെ വിഷമം മോനെ കൊണ്ടാണ്. അവൻ കൊറോണ വരും മുൻപ് വളരെ ആവറേജ് ആയിരുന്നു പഠിക്കാൻ. പിന്നെ മൊബൈൽ കയ്യിൽ വന്നത് പഠിത്തത്തെ ആകെ ബാധിച്ചു. വീട്ടിൽ വേറെ പ്രശ്നക്കാരനൊന്നുമല്ല, ആള് സൈലൻ്റ് ആണ്. പക്ഷേ അവൻ ഇപ്പോൾ കൂൾ പോലുള്ള ലഹരി വസ്തു ഉപയോഗിക്കുന്നു. അത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അത് മാറാൻ ഞാൻ എവിടെയാണ് കൊണ്ടുപോകേണ്ടത്? ദയവായി ഒരു മറുപടി തരണം. എൻ്റെ മോനെ എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മളിപ്പം ഡ്രഗ് യൂസ് എന്നൊക്കെ പറയുമ്പം അതെങ്ങനെ ഫസ്റ്റ് ആ കുട്ടിക്ക് കിട്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം പല ടൈപ്പായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പം ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമ്പം ആ ഫ്രണ്ട് സോണിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ അത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പം ഒരു കൂൾ കാറ്റഗറി ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു പിള്ളേരെ ടീനേജ് ഇയേഴ്സിൽ വരുമ്പം ലൈക്ക് കൂളായിട്ട് കാണിക്കണേ ചിലപ്പോൾ ഇങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്താലേ ഉള്ളൂ അങ്ങനത്തെ ഒരു കൂൾ കാറ്റഗറിയിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പം പല തരത്തിലുള്ള ഡ്രഗ്സ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര പ്ലഷറബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചില ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ നമ്മളെ ബോഡീനെയൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആവുന്ന ഡ്രഗ്സും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ ഒരു ആൾ യൂസ് ചെയ്യുന്ന ആളെ വില്ലിങ്നെസ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിന് നമ്മൾ എന്താക്കണം, മോട്ടിവേറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് കൊണ്ടുവരണം. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം അവർക്ക്. ഇതിപ്പം ഫസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റിൽ മാത്രം അവർ നോക്കുന്നുണ്ടാവുള്ളൂ. ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് പെർട്ടിക്കുലർലി ഇപ്പോൾ ആ ഒരു ഏജ് അല്ലെ 18 or 17 ആയിരിക്കും ചിലപ്പം ITI എന്നൊക്കെ പറയുമ്പോൾ. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഏജിൽ പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെയാണ്, നെഗറ്റീവ് പോയിന്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് പറയേണ്ടി വരും. അതേപോലെ ഓരോ ഡ്രഗ്സിനെ പറ്റിയിട്ടും അവരെടുക്കുന്നതെന്നും ഉണ്ടാവുള്ളൂ, അതിൻ്റെ എന്താണ് എങ്ങനെയാണ് ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ ഫസ്റ്റ് തന്നെ ഇപ്പോൾ പാരൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടാണെങ്കിൽ അവരടിക്കുക, അവരെ വേദനയാക്കുക. ഓക്കെ, ചിലപ്പോൾ എന്ത് പോയിന്റിൽ അവർ യൂസ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ള അറിയണ്ടാവില്ല. ചിലപ്പം പ്രഷർ ഉണ്ടാകാം, സ്ട്രെസ് ആയിരിക്കാം, എന്താ റീസൺ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ചിലപ്പം ആ ഒരു ഫ്രീക്വൻസി ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അഡിക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അത് നമ്മൾ എന്താക്കേണ്ടി വരും, കുറച്ച് കൊണ്ടുവരേണ്ടി വരും. അത് തീരെ പറ്റുന്നില്ലേ ചിലപ്പം മെഡിസിൻസും കൂടെ വേണ്ടി വരും. ഇത് പഠിത്തത്തെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. വേറെ എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്? ഇപ്പൊ ഉപയോഗിക്കുന്ന ആരെങ്കിലും കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ, കാരണം പാരൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും എന്താണ് കുറച്ചും കൂടെ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നത് അല്ലേ? അതെ, ഇപ്പൊ എന്നോട് ഒരു ക്ലയന്റ് എനിക്ക് പേഴ്സണലി പറഞ്ഞ കാര്യമാണ്. അതായത് ഇവരിങ്ങനെ ഏജൻസ് വഴി ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പം ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആള് അവരെ കുറച്ച് ഫ്രണ്ട്സിനെ കൂട്ടി വരണം. അപ്പൊ ഫ്രണ്ട്സും ആ ഗ്യാങ്ങിലേക്ക് ആവുമല്ലോ. ഓക്കെ, അപ്പൊ അവര് ബിസിനസ് പോലെയാണ് ഏകദേശം. അപ്പം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ഉണ്ടാകും. ചിലപ്പം ഒരു സൈഡോ നമ്മൾ നോക്കുന്നുള്ളൂ, ഒരു പ്ലഷർ കിട്ടുന്ന, ഓക്കെ, ഒന്നും അറിയണ്ട, ഇപ്പൊ ചുറ്റും അവർക്ക് നടക്കുന്ന എന്തൊക്കെയാണ് സ്ട്രെസ് കാര്യങ്ങളൊന്നും അറിയാണ്ട് ഒരു കുറച്ച് ടൈമുള്ള പ്ലഷറിലേക്കാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് വരാം, ഉറക്കം തീരെ കിട്ടാണ്ടിരിക്കുക, ഫുഡ് കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ആവുന്നത് കുറയാം, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോൾ അവരുടെ ഹോൾ കോൺസെൻട്രേഷൻ അല്ലെ ഹോൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഡ്രഗ്സിലേക്ക് ആവുമ്പോഴാണ് നമ്മളെ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതല്ലാണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അതായത് അത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതെ, അപ്പൊ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഈ അഡിക്ഷനിലേക്ക് പോകുന്നത്. അഡിക്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ കുറച്ച് പാടാണ്. പിന്നെ പല ഡ്രഗ്സിന്റെയും പ്രോപ്പർട്ടീസ് അനുസരിച്ചിരിക്കും. ഒറ്റ യൂസിൽ തന്നെ അഡിക്ഷനിലേക്ക് പോകുന്ന കൈൻഡ് ഓഫ് ഡ്രഗ്സുകളുണ്ട്, കുറേ യൂസ് ചെയ്താൽ മാത്രം അഡിക്ഷനിലേക്ക് പോകുന്ന ഡ്രഗ്സുകളുണ്ട്. പിന്നെ നമ്മൾ ആരും അധികം കേട്ട് പരിചയമില്ലാത്ത ഒരു ഏരിയയാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു പരിധിയിൽ കൂടുതൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെർമനന്റ്ലി നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കലിന് ഇംബാലൻസസ് വരികയും അതൊരു
പെർമനന്റ് സൈക്കോസിസ് ഇഷ്യൂസ് ആയിട്ട് മാറാൻ വേണ്ടിയുള്ള ചാൻസും ഉണ്ടാവാറുണ്ട്. പൊതുവേ ഇത് സൈക്കോസിസിൽ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും ഇത് വേണ്ടായിരുന്നു, നിർത്തണം എന്നുള്ള സാധനങ്ങളൊക്കെ അത് ഫീൽ ചെയ്യുക. പക്ഷെ അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. സൈക്കോസിസിലേക്ക് എത്തിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ അത് നിർത്തണം എന്നുള്ളൊരു ഫീലൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് ഈ ഹാലൂസിനേഷൻസും ഡെല്യൂഷൻസും ഒക്കെ വന്നിട്ട് ലൈക്ക് റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അത് ഓൾട്ടർ ചെയ്ത് വരാൻ പോലെ കയ്യിലൊക്കെ ഇങ്ങനെ ബാൻഡ് ഒക്കെ കെട്ടി ഇങ്ങനെ ഇഞ്ചക്ട് ഒക്കെ ചെയ്ത് അതെ, പല ടൈപ്സിൽ നമുക്ക് എടുക്കാം. സ്നിഫിംഗ് ഉണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പിലുണ്ട്. ബ്ലഡ് സ്ട്രീമിലേക്ക് ഡയറക്റ്റ് കയറ്റുന്ന രീതിയിലുണ്ട്, അങ്ങനെ പല രീതിയിലായിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ സിഗരറ്റ്സ്, വേപ്പ് എന്ന് പറയുന്നത്. അത് എല്ലാവരും പറയും അത്ര ഡേഞ്ചറസ് അല്ല എന്നൊക്കെ പറയും. പക്ഷെ എന്ത് പറഞ്ഞാലും സിഗരറ്റ്സിനെയും കാട്ടും കുറച്ച് ഡേഞ്ചറസ് കുറവാണെന്നുള്ളൂ. അതും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽത്തിനെ തന്നെയാണ് ബാധിക്കുന്നത്. ആ ഒരു സ്മോക്കിംഗ് സീസേഷന് വേണ്ടിയിട്ട് നമ്മള് ഈ പെൻ യൂസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. അതെ അതെ, അത് ടുബാക്കോ ആണ് എടുക്കുന്നത്, ഇവിടെ നിക്കോട്ടിനാണ് എടുക്കുന്നത്. അങ്ങനെ ലൈക് ടുബാക്കോനെക്കാട്ടും കുറച്ചും കൂടെ കുറവാണ് നിക്കോട്ടിൻ. പക്ഷെ അതും യൂസ് അത്രയും കൂടിയാണെങ്കിൽ നമ്മളെ ഹെൽത്തിനെ തന്നെയാണ് ഡയറക്ട്ലി ബാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രല്ല, ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യം. ഇത് മാത്രമല്ലാതെ ഇല്ലീഗലാണ് ഇതിന്റെയൊക്കെ യൂസ്, ഈ ഡ്രഗ് അതിന്റെയൊക്കെ യൂസ്. അപ്പം നല്ല തടവും അതൊന്നും അവര് നോക്കുന്നില്ല. ഞാനിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടും, അത്രേ ഉള്ളൂ. ലൈക്ക് അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, എത്ര മാസമാണ് ഇപ്പം ജയിലിലൊക്കെ ആണെങ്കിൽ 18 years കഴിഞ്ഞാലാണല്ലോ ഈ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇവർ ഫേസ് ചെയ്യേണ്ടി വരിക. അതുവരെ എനിക്ക് തോന്നുന്നു പ്രിക്കോഷൻ ഒക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ വിടുമായിരിക്കും. പക്ഷെ 18 years കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് ചിലപ്പോൾ അവര് ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിപ്പോ ആൺകുട്ടികളുടെ, ഇതൊരു ആൺകുട്ടിയുടെ അമ്മയാണ് ഈ സംസാരിക്കുന്നത്. പെൺകുട്ടികൾ ഇപ്പം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള തന്നെ ഒരു ന്യൂസ് ഒക്കെ ഈ ഇടയ്ക്ക് ഭയങ്കര വൈറലായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ട് കേസസ്. ഇപ്പം സ്കൂൾ റിലേറ്റഡ് ആയിട്ടാണ് ഇങ്ങനത്തെ ഡ്രഗ് ആൾക്കാരൊക്കെ സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ജെൻഡർ, ആൺകുട്ടികൾ പെൺകുട്ടികളും ഒന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാ ജെൻഡറിലുള്ള ആൾക്കാരും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ് കാണാറുള്ളത്. നമ്മൾ ക്ലിനിക്കിലേക്ക് വരുന്ന കേസിൽ നമ്മൾ അങ്ങനെ ജെൻഡർ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യാറില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും. പക്ഷെ പെൺകുട്ടികളാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കത്തില്ല. ഇപ്പോഴും ആൺകുട്ടികളാകുമ്പോൾ നമുക്കൊരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പോവോ, മദ്യം ഉപയോഗിക്കോ, മയക്കുമരുന്ന് ഉപയോഗിക്കോ എന്നൊക്കെ. പക്ഷെ പെൺകുട്ടികളാകുമ്പോൾ നമ്മൾ ആ ഒരു ശ്രദ്ധയിലേക്ക് ആലോചിക്കില്ല. പെൺകുട്ടികൾ യൂസ് ചെയ്യില്ലല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോഴും എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ അവർ പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്യുന്നൊന്നുമില്ല. അവർ ആൺകുട്ടികൾ ചെയ്യുന്നത് എന്തോ അതുപോലെ തന്നെ പെൺകുട്ടികളും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണാറുള്ളത്. ഓക്കെ, ഈ സെഷന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം കാണാം.